നമസ്കാരം. ഓണവിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ഏറെ പ്രിയങ്കരിയായ നടി, നാടകത്തിന്റെ ചുവട് പിടിച്ച് സിനിമയിലെത്തിയ നടി, കണ്ണൂർ സ്വദേശിയും നാടകകൃത്തും സംവിധായകനുമായ NP രാജന്റെ മകൾ കണ്ണൂർ ശ്രീലതയാണ് നമ്മോടൊപ്പമുള്ളത്. വിശേഷങ്ങളിലേക്ക് നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറയാൻ, ഒരു പടത്തിന്റെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. അത് മഴ കാരണം കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ വിശേഷങ്ങളൊന്നും, ഒരു സിനിമ മാത്രം. ഒരു സിനിമ മാത്രമേ. ആരാണ് സംവിധായകൻ? സംവിധായകൻ പത്മകുമാർ എന്ന് പറയും. പുതിയ ആളാണ്, തളിപ്പറമ്പ് സ്വദേശിയാണ്. പുതിയ ടീമാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. പുതിയ ആൾക്കാരാണ് എല്ലാവരും. അതിൽ ഞാൻ മാത്രമേ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളായിട്ടുള്ളൂ. അതെ അല്ലേ. നാടകത്തിന്റെ ചുവട് പിടിച്ചാണ് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വരുമ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ടാവാം സിനിമയിലേക്ക് ചേർന്നതും. അതിൻ്റെ ക്യാമറ ആക്ഷൻ പറയുമ്പോൾ നമ്മളമ്മ അങ്ങനെ ഒരു പരിഭ്രമമോ അല്ലെങ്കിൽ ഒരു പേടിയോ അതൊന്നും തോന്നിയിട്ടില്ല. ബാല്യകാലം മുതൽ കലാരംഗത്ത് ആകർഷിച്ചത് എന്താണ്? ബാല്യകാലം മുതൽ കലാരംഗത്ത് ആകർഷിച്ചത് അച്ഛനും അമ്മയും കലാകാരന്മാരാണ്. വീട്ടിൽ അച്ഛൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സലൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളുടെ, അതായത് പണ്ടുണ്ടായിരുന്നു ജോയ്സ് ചേച്ചി, പിന്നെ കൊറ്റാളി സാവിത്രി, പിന്നെ എൻ്റെ അമ്മ കല്ലാളത്തിൽ ശാന്ത, അങ്ങനെ പിന്നെ ഒരു നീലേശ്വരത്തിലുണ്ടായിരുന്ന ഒരു സൗമിനി നാരായണൻ എന്ന് പറയും, പിന്നെ ഒരു ജെസ്സി എന്ന് വിളിക്കുന്ന ജയശ്രീ. ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ, ഞാൻ എൻ്റെ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് തന്നെ അവരൊക്കെ നാടകം അഭിനയിക്കുന്നതും അവരുടെ ഭാവങ്ങളും അവരുടെ ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനും ഇതൊക്കെ കൊച്ചുനാളിൽ അനുകരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നാടക നടിയാവുന്നു അല്ലെ സിനിമയിലെത്തുന്നു എന്നുള്ള പ്രതീക്ഷകളൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ബാല്യത്തിൽ കൊച്ചുനാളിൽ എനിക്ക് കിട്ടിയിരുന്ന ആ ഇതുകൊണ്ടാവാം എനിക്ക് ആ ഒരു പേടിയോ അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയില്ല. റിഹേഴ്സൽ ക്യാമ്പുകളിൽ നമ്മളെ വീട്ടിൽ തന്നെയായി നടക്കുന്നത് കൊണ്ട് അത്തരമൊരു പേടികളൊന്നും എന്നെ സംബന്ധിച്ചുണ്ടായില്ല. പിന്നെ അച്ഛൻ്റെ ഇതിൽ നാടകത്തിൽ തന്നെ എൻ്റെ അനിയനായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഒരു കഥാപാത്രത്തെ, ഒരു കൊച്ചുകുട്ടിയുടെ കഥാപാത്രം. അവൻ സ്റ്റേജിൽ കയറാൻ നേരത്ത് അവൻ ഉറങ്ങിയപ്പോൾ ഇത് നാടകം റിഹേഴ്സൽ കണ്ട് ശീലമായതുകൊണ്ട് എനിക്ക് ആ ഡയലോഗ്സൊക്കെ അറിയാമായിരുന്നു. അപ്പം അവൻ ഉറങ്ങി. അവൻ എന്ത് തട്ടി വിളിച്ചിട്ടോ അവനൊന്നും എഴുന്നേറ്റില്ല. അപ്പം അച്ഛൻ്റെ ഇത് വേഗം അവൻ്റെ ഡ്രസ്സൊക്കെ ഊരി എനിക്കിട്ട് വന്നിട്ട് പറഞ്ഞു കയറിക്കുമെന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ നാടകത്തിൽ ഫസ്റ്റിലെ തുടക്കം. ആ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ട്? ബാലൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ. ആൺകുട്ടി ആയതുകൊണ്ട് അതായിരുന്നു. ഞാനായി കഴിഞ്ഞപ്പോൾ ആ പേരൊന്ന് മാറ്റി. ആ സമയത്ത് പേര് മാറ്റിയിട്ടിട്ട് എന്താ പേരെനിക്ക് അത്ര ഓർമ്മയിൽ വരുന്നില്ല. ചെറിയ ഡയലോഗ് അങ്ങനെയൊന്നുമില്ല. സ്കൂളിൽ നിന്ന് വരുന്നതും ഓടിച്ചാടുന്നതും. പിന്നെ അതിലൊരു മച്ചാട്ട് വാസന്തി ആയിരുന്നു അന്ന് പാട്ട് പാടുന്നത്. അവര് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ടിന്റെ ഓർമ്മകളൊന്നും എനിക്കില്ല. കുടുംബത്തിൽ നിന്ന് ഇതില് പിന്തുണച്ചത് അച്ഛനും അമ്മയും അതിന് നന്നായി പിന്തുണച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ നാടകത്തിലൂടെ തന്നെയാണ് ഞാൻ ഒരു 13 വയസ്സ് വരെ എൻ്റെ അച്ഛൻ്റെ നാടകം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 13 വയസ്സിലാണ് അലവിൽ ദേശീയകലാ സമിതി കൃഷ്ണാട്ടം വീട്ടിൽ വന്നിട്ട് അവരുടെ നാടകം ഭക്തപ്രിയ അതിൽ എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പം അച്ഛനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ കലാകാരന്മാരാണ്, ഞങ്ങൾക്ക് പഠിപ്പിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ സ്കൂളിൽ പോകാം, സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നാടകത്തിന് പോകുമ്പോൾ അവർ കാറ് കൊണ്ടുവരും, ആ കാറിൽ പോകും, ഞാനും അമ്മയായിരിക്കും പോവാം, തിരിച്ച് എന്നെ നാടകം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലിറക്കും. അതുകൊണ്ട് എനിക്ക് ഒരു 2 വർഷത്തോളം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ എന്നെ
കലിംഗയിലേക്ക് വിളിച്ചത്. കലിംഗയിൽ KT മുഹമ്മദിൻ്റെ കലിംഗയിലെ കൈനാട്ടികൾ എന്ന് പറഞ്ഞ നാടകത്തിന് വേണ്ടി. ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്നും പറഞ്ഞ് അവർ കണ്ണൂർ വന്നു, അന്വേഷിച്ചു. അങ്ങനെ അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ 9ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. പഠിപ്പ് ആ ഒരു കൊല്ലം എനിക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വർഷം അവിടെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ SLC എക്സാം എഴുതിയതിന് ശേഷമാണ്. അതുവരെ ഞാൻ അമേച്ചർ കണ്ണൂരിലുള്ള കണ്ണൂർ മുതൽ മംഗലാപുരം വരെയുള്ള ഒട്ടുമിക്ക സമിതികൾക്കും പിന്നെ അവരുടെ വായനശാല, ലൈബ്രറി, അങ്ങനെയുള്ള എല്ലാ ഇതിനും കളരികൾക്കും ഞാൻ പോയിട്ട് നാടകം ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഒന്നിക്കൽ സംവിധാനം ചെയ്യുന്നുണ്ടാവാം, അമ്മയും അതിൽ അഭിനയിക്കുന്നുണ്ടാവാം. ഞാനും എനിക്കെന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഞാനും അത് പോയി ചെയ്യും. അങ്ങനെ പഠിപ്പും സ്കൂളും ഒക്കെ ആയിട്ട് അങ്ങനെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിന് ശേഷമാണ് നന്ദി വീണ്ടും വരിക എന്ന് പറയുന്ന നാടകം, അതായത് സംഗമം തിയേറ്റേഴ്സ്. അതിൽ വിക്രമാട്ടനും വിൽസൺ സാമുവലും ഒരു അലിക്കയും കൂടെ വീട്ടിൽ വന്നു. അപ്പോൾ KM മാറിൻ്റെയാണ് സ്ക്രിപ്റ്റ്, നന്ദി വീണ്ടും വരികയുടെ സ്ക്രിപ്റ്റ്. വീട്ടിൽ വന്നു സംസാരിച്ചപ്പോൾ അച്ഛനും അതിലൊരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് നന്ദി വീണ്ടും വരികയിൽ പോയത്. 1981-82 അതിൽ എനിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള പ്രൊഫഷണൽ നാടക നടിക്കുള്ള അവാർഡും എനിക്ക് കിട്ടി. അതിൽ നിന്ന് അങ്ങോട്ട് പിന്നെ പത്രത്തിൽ വാർത്ത വരുമല്ലോ നല്ല നടിക്കുള്ള. അപ്പം ഇവിടെ പ്രശ്നം ഗുരുതരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ബാലേന്ദ്രമേനോൻ. അപ്പം അവർ പറഞ്ഞു ഒന്ന് ഇതിലൊരു ഒറ്റൊരു ഗസ്റ്റ് റോൾ ചെയ്യാൻ വേണ്ടി ഒരു സീനുണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരെ 3 പേര്, ഗോപിയേട്ടനും ശങ്കരനും ഷൺമോഹനനും കൂടെ വന്നു എന്നെ വീട്ടിൽ വന്ന് കണ്ടു. പാവാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് നാളെ ഇന്ന് രാജൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഉണ്ടായിരുന്നു, അവരെ വീട്ടിൽ വെച്ചായിരുന്നു ഷൂട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ രാവിലെ ഒന്ന് സാരിയൊക്കെ കൊടുത്തിട്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിനകത്ത് കുറച്ച് ഡയലോഗ്സ് എഴുതിയിട്ട് പറഞ്ഞു ഇതൊന്ന് വായിക്കുമെന്ന് ചോദിച്ചു. ഞാനതൊന്ന് വായിച്ചു നോക്കി. ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ അതൊന്നും നമുക്കറിയില്ലല്ലോ, പേടിയും ഇല്ലായിരുന്നു അന്നേരം. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് വെറുതെ നോക്കാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഞാൻ പോയി അവിടെ വന്നു. അത് ഈ പറഞ്ഞ ഈ എഴുതിയ ഡയലോഗ്സൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ക്യാമറ കട്ട് പറഞ്ഞതൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. ക്യാമറ കട്ട് പറഞ്ഞു, എല്ലാവരും കൂടെ കൈയടിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ കൈയടിച്ചത് ഇവര്? അപ്പം ഷോട്ട് തീർന്നു, ഷൂട്ടിങ് തീർന്നു, നിങ്ങളുടെ ഭാഗം തീർന്നു. അപ്പം എടുത്തോ? ഇതൊന്നും നമുക്കറിയില്ലല്ലോ. എടുത്തോ? ക്യാമറ എവിടെയായിരുന്നു? ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ക്യാമറ ഏത് ഭാഗത്ത് വെച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഇത് എന്നൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് അതിനെപ്പറ്റി അറിയുന്നത്. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലെത്തുമ്പോൾ അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് തോന്നിയോ? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലത്തെ ആഗ്രഹിച്ചത് ഒരു ആതുര സേവനം എന്നുള്ള നിലയ്ക്ക് നേഴ്സിംഗ് ആണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഒരു നേഴ്സാവണം, SLC കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേഴ്സാവണം എന്നൊക്കെയാണ്. പക്ഷെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ മകൾ ഒരു നല്ല കലാകാരിയായിട്ട് സിനിമയിലൊക്കെ ഒന്ന് അഭിനയിച്ച്. അന്നത്തെ കാലത്ത് സിനിമയിലൊക്കെ പോകുന്നെന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പ കടക്കുന്നതിന് തുല്യമാണ്. ആ ഒരു ആഗ്രഹം അച്ഛന് ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോത്സാഹനം തന്നെയാണ് ഈ സിനിമാ ജീവിതം. ഈ കലാരംഗത്ത് അല്ലെങ്കിൽ ഈ സിനിമാ രംഗത്ത് ആദ്യകാലത്ത് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. എനിക്ക് വലിയ വെല്ലുവിളികളൊന്നും അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു സിനിമാ സെറ്റിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത എന്തൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു വലിയ ഇതൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. ഈ നാടകത്തിൽ എന്ന് പറയുമ്പോൾ ലൈവ് പ്രോഗ്രാം ആണല്ലോ, സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതിന്റെ രണ്ടും അത് നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ 2-2.5 മണിക്കൂർ സ്റ്റേജിൽ ജീവിക്കുവാണ്. ആ കഥാപാത്രമായിട്ട് അവിടെ ജീവിക്കുവാണ്. അവിടെ സ്റ്റാർട്ട് കട്ട് ഒന്നുമില്ല. സിനിമയിൽ എന്ന് പറഞ്ഞാൽ ആദ്യം എടുക്കേണ്ട ഷോട്ട് അവസാനം എടുക്കേണ്ട ഷോട്ട് ആദ്യമായിരിക്കണം. പിന്നെ അത് ചിലപ്പം എടുക്കുമ്പോൾ എന്തെങ്കിലും അതിനൊരു പോരായ്മ വരുമ്പം അവിടെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഷൂട്ട് പിന്നെ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ചെയ്യാം.
നാടകം അങ്ങനെയല്ല. പിന്നെ അത് മാത്രമല്ല, നാടകത്തിന്റെ റിസൾട്ട് നമുക്ക് അപ്പം തന്നെ കിട്ടും. ഓഡിയൻസിൽ നിന്ന് നമുക്ക് തിരിച്ച് നമ്മൾ അഭിനയിച്ചത് നന്നായോ എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. സിനിമയിൽ അത് തിയേറ്ററിൽ വന്ന് ജനങ്ങൾ കണ്ടിട്ട് വേണ്ടേ നമുക്ക് പറയാം. ആ ഒരു വ്യത്യാസമുണ്ട്. നാടകവേദിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മകൾ, മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? കാരണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നാടകക്കാരായതുകൊണ്ടും അവരെൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും എനിക്ക് അങ്ങനെ ഒരു തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നാടകത്തിനൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ കലാരംഗത്തെയും ജീവിതത്തെയും സന്തുലിതമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാടാണല്ലോ, അപ്പൊ അതെങ്ങനെയാണ്? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്നെ അറിയുന്ന ഒരു ഭർത്താവാണ് എൻ്റെ കൂടെയുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ മടിച്ചിട്ട് പിറകോട്ട് വലിഞ്ഞാലും അവരെന്നെ ഫോഴ്സ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ഭർത്താവ് ഇപ്പം AP പ്രകാശനാണ് എൻ്റെ ഭർത്താവ്. അവരെനിക്ക് കൂടുതൽ എൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും. ഞാൻ ചില സമയത്തും വേണ്ട, അത് ചെയ്യണ്ട, മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. അവർക്കത് ചെയ്തേ പറ്റും. നല്ല സപ്പോർട്ടുണ്ട്. ഈ ഡയറക്ടർ പറഞ്ഞ രീതിയിലല്ലാണ്ട് സ്വന്തം ഒരു ഇതില് ഏതെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? അവര് തരുന്ന ഇല്ല. എന്നെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാവാം എനിക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞു തരാറില്ല. എല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതാണ്. ഇത്രേ പറയുള്ളൂ, ശ്രീലത അത് ആ സീൻ ഇങ്ങനെയാണേ, ആ സീന് ഈ വിധത്തിലാണേ എന്ന് മാത്രമേ പറയുള്ളൂ. ഒരിക്കലും ഒരു റീടേക്കിൻ്റെ ആവശ്യം, അത് ചെയ്തത് മോശമായി പോയിന്നോ അല്ലെങ്കിൽ ആ ഇതെങ്ങനെയല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കൂടുതൽ അവരുദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് കഴിയുമ്പോൾ അവർ ഒന്നുകിൽ കൈയടിച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന്. തിയേറ്ററിൽ കാണുമ്പം ചിലപ്പോൾ അച്ഛനൊക്കെ കൂടെ വന്നിട്ടായിരിക്കും നമ്മൾ സിനിമ കാണുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്. അച്ഛൻ നന്നായെങ്കിലും മാത്രമേ നന്നായി എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ അത് പറയില്ല, അല്ലെങ്കിൽ അത് പറയേയില്ല. ഒരിക്കലും ഒരു മോശം ആണെങ്കിൽ അത് മോശം തന്നെ പറയും. എൻ്റെ ഭർത്താവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അഭിനയിച്ചത് ഞാൻ മോശമായി പോയിട്ടുണ്ടെങ്കിൽ നിനക്കത് അങ്ങനെയും കൂടെ ചെയ്തുകൂടായിരുന്നു, നീ എന്താ ശ്രദ്ധിക്കാണ്ട് ചെയ്തത് എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നാടകങ്ങൾ കുറഞ്ഞു വരികയാണല്ലോ, അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് കൊണ്ടുവരണം എന്ന് എന്തെങ്കിലും? നാടകം ഇപ്പം കുറച്ച് പേരൊക്കെ അതിന് മുതിരുന്നുണ്ട്. കുറച്ച് വാട്സപ്പ് കൂട്ടായ്മ പോലെയും പിന്നെ കുറച്ച് സംഘടനകളൊക്കെ കൂടിച്ചേർന്ന് നിന്നുകൊണ്ട്. ഇപ്പം ഇതിനിടയ്ക്ക് ഞാൻ ആ ചന്ദ്രൻ കീഴ്ത്തള്ളിയുടെ അവാർഡ് വാങ്ങിക്കാൻ പോയി നിന്ന സമയത്ത് അവിടെ നിന്ന് അവർ പറഞ്ഞു, അവർ ഒരു സംഘടന ഉണ്ടാക്കി നാടകം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഭിനയിക്കാൻ, നാടകത്തിന് പോകാനും ഉറക്കൊഴിയാനൊന്നും അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളു. പക്ഷെ ഇപ്പോഴെല്ലാം നേരത്തെയാണല്ലോ. പണ്ട് 12 മണി 1 മണിയൊക്കെ ആവും നാടകം തുടങ്ങാൻ. ഇപ്പം അങ്ങനെയല്ലല്ലോ. 7 മണിക്ക് തുടങ്ങി 10 മണിക്ക് മുമ്പേ എല്ലാം കഴിയുന്നുണ്ടല്ലോ. അപ്പം ഇപ്പം അങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്നാലും എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. പണ്ട് നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഡയലോഗും, നമ്മൾ അഭിനയിക്കുന്ന നാടകത്തിന്റെ ഒരു നാടകം മുഴുവനും ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട്, അവരുടെ നാടകത്തിന്റെ ഡയലോഗ്സ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. തെറ്റുമ്പോൾ നമ്മൾ ചിലപ്പം സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഡയലോഗ് മെമ്മറിയിലേക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം, ആ ഒരു ഇതില്ല, കോൺഫിഡൻസ് ഇല്ല എനിക്ക്. പഴയകാല സിനിമകളെ അപേക്ഷിച്ച് പുതിയ കാല സിനിമകളിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പഴയ സത്യൻ സാറും പ്രേം നസീർ സാറൊക്കെ അഭിനയിച്ചിരുന്ന സിനിമകൾ കാണാൻ എനിക്കിഷ്ടമാണ്. ഞാൻ കാണാറുമുണ്ട്. ഇപ്പോഴത്തത് ട്രെൻഡേ മാറിപ്പോയി. അന്നത്തെ കാലത്ത് ഒരു കുടുംബ കഥയായിരിക്കാം, നമുക്കൊരു ഫാമിലി കൊണ്ടുപോയിരുന്ന് കാണാവുന്ന കുടുംബകഥകളാണുള്ളത്. ഇപ്പം എല്ലാം ഇമാജിനാണ്. എല്ലാം ഒരു അച്ഛനും അമ്മയും ഒന്നും ആ സ്റ്റോറിയിൽ ഉണ്ടാവില്ല. ഒന്നുകിൽ അവർ കുറെ കുട്ടികൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ സിനിമ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂജൻ സിനിമകളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പാട്ടുകൾ പോലും നമുക്ക് അത് ഒരു മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളല്ല വരുന്നത്. ഒരു അടിച്ചു പൊളിച്ച് ഒരു കുറെ എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ട് നീ പോടി നീ പോടാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകളാണ്.
പക്ഷെ പണ്ടത്തെ പാട്ടുകളും ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ സിനിമയിലെ കഥ എന്താണെന്ന്. ഇപ്പോഴത്തെ പാട്ട് കേട്ടാലൊന്നും നമുക്കൊന്നും അറിയേയില്ല. അത് കേട്ടിരിക്കാൻ സുഖമാണ്, പക്ഷെ പാടാൻ നമുക്ക് പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് സാംസ്കാരിക മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒന്നായിരിക്കണം എന്നാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോഴത്തെ സിനിമകളെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഈ ന്യൂജൻ സിനിമകളാണ് കൂടുതൽ വരുന്നത്. അപ്പം അത് തന്നെ തുടർന്ന് പോകണം എന്നാണോ, അല്ല പഴയ? ഇല്ല, എന്തായാലും കാലത്തിനനുസരിച്ച് ലോകം മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഈ പഴയ സിനിമകൾക്ക് ക്യാമറയും വർക്കിങ്ങും അതൊക്കെ അതിൻ്റെതായ ഒരു റീലിംഗും ഒക്കെ പെട്ടെന്ന് ഇതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എങ്ങനെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, ഏത് വിധത്തിൽ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേണം മൊബൈലിലെടുത്ത് ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് സിനിമ ഉണ്ടാക്കാം. അന്നത്തെ അങ്ങനെയല്ല. അന്ന് ഒരുപാട് ജനങ്ങളും ഒരു ജനറേറ്ററും ആൾക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ലൈറ്റപ്പും അങ്ങനെ ചെയ്തുകൊണ്ട്. ഇപ്പോഴത്തെ തന്നെ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. പഴയ സിനിമയുടെ കാലഘട്ടവും പോയി പുതിയൊരു സിനിമ കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. ന്യൂജൻ സിനിമകളൊക്കെ ചെയ്യുന്നപ്പോൾ നമ്മൾ പോലും അറിയാതെ ഷോട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ക്യാമറകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഷൂട്ടിംഗ് ആണെന്നോ ഒറിജിനാലിറ്റി ആണെന്നോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടകവേദിയിൽ നിന്ന് ഇപ്പോ സിനിമയിലേക്ക് പോകുന്ന പുതിയ കലാകാരന്മാരോട് എന്താണ് പറയാനുള്ളത്? അത് അവരുടെ ചോയ്സാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവർക്കും നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹമുള്ളവരല്ല. ചിലർക്കൊക്കെ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരാനുള്ള ആഗ്രഹങ്ങളും ഉണ്ട്. അതൊക്കെ അവർക്ക് അവർ ഇപ്പോഴത്തെ ആൾക്കാരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നാടകത്തിൽ നിന്നൊക്കെ സിനിമയിലേക്ക് വരണമെങ്കിൽ നമ്മളെ വിളിക്കണം, സംവിധായകരെ നമ്മളെ വിളിക്കണം, കണ്ട് അറിഞ്ഞു വേണം. ഇപ്പം അങ്ങനെയല്ല. അവരൊരു കൂട്ടായ്മ ചേരും. അവരൊരു 10-15 ആൾക്കാർ ചേർന്നുകൊണ്ട് അവർ തന്നെ ഫണ്ട് ഇട്ടുകൊണ്ട് പടം ഷൂട്ട് ചെയ്യാണ്. ഷോർട്ട് ഫിലിം പോലെയും അല്ല 1.5 മണിക്കൂർ സിനിമ പോലെയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം അതിൽ നമുക്ക് അവരോടൊന്നും പറയാനില്ലല്ലോ. അവരുടെ ആഗ്രഹമാണ്. പണ്ട് നമ്മൾ വിളിച്ചിട്ട് നമുക്ക് തരേണ്ടതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർക്ക് അത് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരുപാട് മീഡിയകൾ വന്നു തുടങ്ങി. ഇപ്പം യൂട്യൂബ് ആയിരുന്നാലും മറ്റുള്ള കാര്യങ്ങളായിരുന്നാലും എങ്ങനെ വേണമെങ്കിലും അവർക്കത് പ്രൊജക്റ്റ് പുറത്തേക്ക് ഇറക്കാം. ടെലിഫിലിം ആയിരുന്നാലും അല്ലെങ്കിൽ വലിയൊരു ലോങ് സിനിമയായിരുന്നാലും ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് അവർ ചെയ്തിട്ട് അത് പുറത്തിറക്കാം. അന്ന് അങ്ങനെയല്ലല്ലോ. തിയേറ്ററിൽ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് കടമ്പകൾ കടന്നുകൊണ്ട് വേണ്ടേ വരെ. ഇന്നതില്ല. ഇന്ന് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, അത് നേരെ മുന്നിലേക്ക് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരുപാടുണ്ടല്ലോ, അതൊക്കെ വഴി അവരത് പുറത്തേക്ക് വിടും. അതിന് അവർക്ക് കുറേ കമൻസും കിട്ടും. ചില കൂട്ടർക്ക് അതിന് വ്യൂവേഴ്സ് കൂടിയിട്ടും ഉണ്ടാവും. ഇപ്പം മിക്കവരും ചെയ്യുന്നതും അത് തന്നെയാണ്. അത് നല്ലതാണോ? എന്താണ് അഭിപ്രായം? നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതുമാണ്, ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീത്തയുമാണ്. പക്ഷെ അങ്ങനെയല്ല, അത് അവരുടെ ഒരു ട്രെൻഡ്. ഇപ്പോഴത്തെ ഈ കാലത്തിൻ്റെ ഒരു പോക്ക് അതാണ്. AI സിസ്റ്റം ആണല്ലോ എല്ലാത്തിലും. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പോക്ക് അതാണ്. അപ്പം കാലത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക, അത്രയും പറയാനുള്ളൂ. അപ്പൊ മാമിന് ഇപ്പം നിരവധി അവാർഡുകളൊക്കെ കിട്ടിയല്ലോ. ഇപ്പം സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ചന്ദ്രൻ കീഴ്ത്തള്ളി പ്രഥമ പുരസ്കാരം കിട്ടിയിരുന്നല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ്? വളരെ അഭിമാനം തോന്നി, സന്തോഷവും തോന്നി. കാരണം നമുക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നും ഒരുപാട് അവാർഡുകളും എല്ലാം കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. ഏറ്റവും നമ്മൾ എത്ര അവാർഡുകൾ വാങ്ങിക്കൂട്ടിയാലും വാരിക്കൂട്ടിയാലും നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് നമുക്കൊരു മിഠായി കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ്. അത് ആ കൊച്ചു കുട്ടികളുടെ മിഠായി കിട്ടുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് കിട്ടുമ്പോഴാണ് ആ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു അവാർഡ് തന്നതില്ല. അവരോട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടുണ്ട്. അവരെ ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു? ഞാനൊന്നും വിചാരിക്കുന്നതില്ല, നമുക്ക് എത്തിച്ചേരുകയാണല്ല. അങ്ങനെ ഒരു ഇത് വാട്സപ്പിൽ വന്നു, ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പം അതിനും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കാരണക്കാരൻ. അദ്ദേഹമാണ് അതിനു വേണ്ടി പ്രയത്നിച്ചതും ചെയ്തതൊക്കെ അദ്ദേഹം തന്നെയാണ്. ഓണക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? പണ്ട് കാലത്ത്
എനിക്ക് ഓണത്തിന് പൂ പറിക്കാനൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു. നമ്മളത് അങ്ങനെ ഒരു വലിയ പൂക്കളമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പഴയതുപോലെ പൂ പറിക്കാൻ, അന്നൊക്കെ താവയിലൊക്കെ പൂ പറിക്കാൻ പോകുമായിരുന്നു കുട്ടികളെല്ലാവരും കൂടെ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് കാലത്ത് പൂ പറിക്കാനൊന്നും പോയില്ല. അതിനെന്താ നമുക്കിപ്പോൾ പോവാലോ എന്ന് പറഞ്ഞു. ഒരു 3-4 വർഷം മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ രാവിലെ നടക്കാൻ പോകുന്ന പരിപാടിയുണ്ട്. പോകുമ്പോൾ ഒരു വലിയ കൊട്ടയും ഒരു 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 കാലുള്ള ഒരു കുടയും ഒക്കെ എടുത്തുകൊണ്ട് പോകും. വീട്ടിൻ്റെ വെളിയിൽ കാണുന്ന എല്ലാ പൂക്കളും, ഈ കീഴ്ത്തലിയിലുള്ള മിക്ക വീടുകളിലെ പുറത്ത് കാണുന്ന പൂക്കൾ മൊത്തം ഞങ്ങൾ പറിച്ചുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ എൻ്റെ ഓണം അന്നത്തെ ദിവസം ആഘോഷിച്ചത്. അന്ന് ആ 43 തരം പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തികളെ തന്നെ വെറൈറ്റി ചെമ്പരത്തി, വേറെയുള്ള കുറേ പൂക്കൾ, കാക്കപ്പൂ, എള്ളുമ്പൂ, തുമ്പപ്പൂ, അങ്ങനെയുള്ള എല്ലാം. പണ്ടത്തെ ഓണം എന്ന് പറയുന്നത് നമുക്ക് കുട്ടിക്കാലത്ത് സന്തോഷിക്കാനുള്ള വകയായിരുന്നു. ഓണത്തിനാണല്ലോ നമ്മൾ മൃഷ്ടാന്നം ഭക്ഷണം കഴിക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ ഉള്ള പോലെയല്ല, എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേരും. അങ്ങനെ ഒരു സന്തോഷം ഒന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ചിന്നിച്ചിതറി ഫാസ്റ്റ് ഫുഡ് യുഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓർഡർ ചെയ്താൽ മതി, ഓണസദ്യ വീട്ടിലെത്തും, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. റെഡിമെയ്ഡ് പൂക്കളം ഇപ്പം റെഡി. അപ്പോൾ പിന്നെ എന്ത് ഓണം? എങ്കിലും നമുക്കൊരു സന്തോഷമാണ് ഓണവും വിഷുവൊക്കെ വരുമ്പോൾ. അന്നത്തെ കാലത്ത് എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നിട്ട് കിട്ടുന്ന ഒരു സന്തോഷം ഇന്നില്ല. ഇന്ന് വാട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ചേർന്ന് ഓണപരിപാടികൾ അങ്ങനെയാണ് ഇന്ന്. അന്ന് അതൊന്നുമില്ല. ഇന്നിപ്പോൾ അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കും. തിരുവാതിരക്കളി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഓണം ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ ഇതായിട്ടുണ്ടായിരുന്നു. ഈ അഭിനയത്തിന് പുറമെ ഗായിക കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഓണപ്പാട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടാമോ? ഇതിലിങ്ങനെ പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരികളൊന്നും അത്ര വലിയ ഓർമ്മയിലും ഇല്ല ഓണപ്പാട്ടിൻ്റെത്. അത്തപ്പൂ ചിത്തിരപ്പൂ അല്ലിപ്പൂ മാതളിപ്പൂ അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരെ ഇക്കരെ പൂക്കാലം മല്ലിപ്പൂ മാതളിപ്പൂ പുത്തൻ പെണ്ണിന് പൂക്കാലം അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരെ ഇക്കരെ പൂക്കാലം മല്ലിപ്പൂ മാതളിപ്പൂ പുത്തൻ പെണ്ണിന് പൂക്കാലം. മതിയല്ലേ? നന്മയും സമൃദ്ധിയും നിറഞ്ഞ ഈ ഓണക്കാലത്ത് നമ്മോടൊപ്പം ഇത്തിരി നേരം സംവദിച്ച കണ്ണൂർ ശ്രീലത ചേച്ചിക്ക് സിറ്റി ചാനലിന്റെ ഓണാശംസകൾ.